എത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിക്കുവാടി. നിനക്കെന്താ ഫോണൊന്നും എടുത്താല്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? ഞാൻ ഇച്ചിരി തിരക്കായി പോയി. നിനക്ക് ഇവിടെ എന്താടി മല മറിക്കുന്ന പണിയാണോ? മലയൊന്നും മറിക്കാനില്ല ഇവിടെ. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. ആ സമയത്തെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒക്കാതെ വരും. അത് തന്നെയാ നിന്നോട് ചോദിച്ചത്, ഈ വീട്ടിനൊക്കെ എന്തോ ഇത്രമാത്രം പണിയെന്ന്. ഇവിടെ ജോലി ഒന്നുമില്ല. ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് അങ്ങ് സൂയിക്കുക. രണ്ട് എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുതേ. പറയടി പറ. വെറുതെ ഇരുന്ന് തിന്നു എടുത്തിട്ട് ഏത് സമയത്തും എനിക്ക് ജോലിയാണേ എനിക്ക് വയ്യേ എന്തൊക്കെ കേൾക്കണം. ഞാനേ ശരിയാക്കി തരാം. എന്തോ ശരിയാക്കാൻ? നീ ശരിയാക്കടി. ശരിയാക്കുന്ന ഞാൻ കാണട്ടെ. എടി പാറു, എടി എനിക്ക് പോകാൻ സമയമാടി. നീ ആ ഡ്രസ്സിങ് എടുത്തേ. ഡ്രസ് എന്തെന്താടി വക്കൻ അതിൽ കൊണ്ടിരുന്നേ? ഇത് നാർന്നല്ലോ. നീ കഴിയും തേച്ചൊന്നും ഇല്ലയോ? ഇല്ല, അലക്കിയില്ല. എനിക്കിവിടെ പണിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അലക്കിയില്ല. എടി എനിക്കിത് ഇട്ടോണ്ട് പോകേണ്ട ഡ്രസ്സാ. മല മറിക്കണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നേ? നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കിക്കോ. എടി ആഹാരം എടുത്ത് വെച്ചോ, എനിക്ക് ഇറങ്ങാൻ സമയമായി. ഇതെന്തോ അടി ഇത്? ആഹാരം എടുത്തൊക്കെ നമ്മളോട് നീ എന്തോ ഈ കാണിക്കുന്നത്? ഇത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആട്ട, മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ട, സവാള, മുളക് പൊടി, മസാല, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തങ്ങ് കഴിച്ചാൽ മതി. എനിക്കിവിടെ ജോലിയൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പൊ എനിക്ക് നീ പണി തരാൻ നോക്കോ ഇല്ലയോ? നല്ലതാ മോളെ. എനിക്കിവിടെ പണിയൊന്നും ഇല്ലല്ലോ. ഞാനൊന്ന് വെറുതെ ഇരിക്കട്ടെ. നീ പണി തുടങ്ങിക്കോ, നമുക്ക് കാണാം. രാവിലെ ഇറങ്ങിപ്പോവും, വൈകിട്ട് കയറി വരും. നിങ്ങൾക്ക് എന്താ ഓഫീസിൽ പണി? ഇവിടുത്തെ കാര്യം ഒന്നും അറിയണ്ടായല്ലോ. ഇല്ലടി, എനിക്ക് ഒരു പണിയില്ല. എന്തായാലും നീ പണി തുടങ്ങിയല്ലോ. ആഹാ, നിങ്ങൾ ഇതിപ്പോ എത്തി? ഞാൻ ഇവിടെ വന്നതേ ഉള്ളടി. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ? ഇന്ന് 3-ാം തീയതി ആയല്ലോ. സാധാരണ 1-ാം തീയതി അല്ലേ കിട്ടുന്നത്? അതിന് ജോലിക്ക് പോയാലല്ലേ ശമ്പളം കിട്ടൂ. ഞാൻ ജോലിക്ക് പോക്ക് നിർത്തി. പിന്നെ രാവിലെ എന്നും നിങ്ങൾ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടായി പോകുന്നത്? നിങ്ങൾ കളിക്കല്ലേ? രാവിലെ ഇവിടെ ഇറങ്ങിപ്പോയിട്ട് വൈകിട്ട് ഇവിടെ വെറുതെ കയറി വരും. ഓഫീസിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് വെച്ചു. നിങ്ങൾ കളി പറഞ്ഞോണ്ടിരിക്കല്ലേ? വണ്ടിയുടെ EMI അടിക്കേണ്ടത് 5-ാം തീയതി. EMI നീ അടച്ചോ? ഞാൻ പണിയില്ലാത്തവൻ. ഗ്യാസ് തീർന്നിരിക്കും, അതെടുക്കണം. ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഗ്യാസ്? മോന് ട്യൂഷൻ ഫീസ് കൊടുക്കണം. മോനോട് നീ ട്യൂഷൻ പോകണ്ടെന്ന് പറ. കറണ്ട് ബില്ലും ഫോൺ ചാർജും അടക്കേണ്ടതാ. എങ്ങനെങ്കിലും അടയ്ക്ക്, എന്റെ ഈ കാശില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ നിങ്ങൾക്ക് തുണി അലക്കി തരാം, ആഹാരം ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് ഞാൻ കൂടെ നിന്നെ സഹായിക്കാം. അതിന് വേറെ ഓഫീസിൽ വന്ന് നിങ്ങളെ സഹായിക്കണമെന്ന് പറയരുത്. അതൊന്നും വേണ്ടടി, അതിനോട് ലേഡി സ്റ്റാഫ് ഉണ്ട്. കൊല്ലും ഞാൻ. ജോലിയിൽ സഹായിക്കാനാ. തന്റെ ഭാര്യയ്ക്ക് ജോലി ഇല്ല എന്ന് പറയുന്ന പുരുഷന്മാർ ഒന്ന് മനസ്സിലാക്കണം. നേരം പുലരുമ്പോൾ മുതൽ രാത്രി കിടക്കുമ്പോൾ വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ജോലി ഒന്നുമില്ല. അവർ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുവോ? നിങ്ങൾക്കെന്താ, രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകിട്ട് കയറി വന്നാൽ പോരെ, ഒന്നും അറിയണ്ടല്ലോ എന്ന് പറയുന്ന സ്ത്രീകളോട് മേലുദ്യോഗസ്ഥന്മാരും തൊഴിലുടമകളും തരുന്ന പ്രഷറും ടെൻഷനും കയറി ഒരു ഭ്രാന്തനെ പോലെ വൈകിട്ട് വീട്ടിൽ കയറി വരുന്ന ഭർത്താക്കന്മാരെ, ഒന്നിനും തികയാതെ വരുന്ന ശമ്പളം, നാളെ എന്ത് ചെയ്യും എന്ന ടെൻഷൻ ഇരിക്കുമ്പോൾ ഭാര്യയുടെ ശകാരം കൂടെ ആയി കഴിയുമ്പോൾ അവർ തകർന്നു പോകില്ലേ? ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. ഞാനും. സ്ത്രീകൾക്ക് 20-ൽ കൂടുതൽ ജോലിയുണ്ട്. അതുപോലെ പുരുഷന്മാർക്ക് ജോലിയും ടെൻഷനും ധാരാളം. ആരും ഒന്നിലും പിന്നിലല്ല. അന്യോന്യം മനസ്സിലാക്കുക, പരസ്പരം സ്നേഹിക്കാൻ സമയം കണ്ടെത്തുക, പങ്കാളികൾക്കിടയിൽ രഹസ്യങ്ങൾ ഒഴിവാക്കുക, അന്യോന്യം മനസ്സിലാക്കി പരസ്പരം വിശ്വസിച്ച് ജീവിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.